അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇൻ നുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ബഹുമാന്യരായ ആയാത്ത് ദർസെ ഖുർആനിലെ പഠിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിന്റെ പഠനം നമ്മൾ തുടരുകയാണ്. നമ്മുടെ ഈ പഠനം ആരംഭിച്ച് 3 റമദാനുകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 61-ാമത്തെ അധ്യായമായ സൂറത്തു സഫില് നാം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് സൂറത്തു സഫിലെ 10 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ സൂറത്തിന്റെ തുടക്കത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെയാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നത്. സത്യവിശ്വാസികൾ ഒറ്റക്കെട്ടായി ദൈവിക മാർഗത്തിൽ സമരം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിന് മൂസാ നബി അലൈഹി സ്വലാമിയുടെ ജനതയെ പോലെ ഉപദ്രവകാരികളാകരുതെന്നും, അതേപോലെ ഈസാ നബി അലൈഹി സ്വലാമിയുടെ ജനതയെ പോലെ തെളിവുകളെ നിരാകരിക്കരുതെന്നും പിന്നീട് ഉപദേശിച്ചു. അതിനുശേഷം സത്യവിശ്വാസികളെ ആ സമരമാകുന്ന വ്യാപാരത്തിൽ വ്യാപൃതരാകാൻ ക്ഷണിക്കുകയാണ് ഇനിയുള്ള ആയത്തുകൾ. ആ കച്ചവടത്തിനുള്ള മൂലധനം ഈമാനും ജിഹാദുമാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യലാണ്. അതുകൊണ്ടുള്ള നേട്ടം വേദനയേറിയ ദൈവിക ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. അതോടൊപ്പം പാപമോചനവും സ്വർഗവും, ശാശ്വതമായ സ്വർഗവും ലഭിക്കുകയാണ്. ഇത്തരം വിഷയങ്ങളിലേക്കാണ് ഇനിയുള്ള ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. നമുക്ക് സുപരിതമായ ഭാഗമാണ്. വളരെ കൃത്യമായി നമ്മളത് പഠിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിത വീക്ഷണം രൂപപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ആദ്യം 10 മുതലുള്ള ആയത്തുകൾ പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. تؤمنون بالله ورسوله وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. يغفر لكم ذنوبكم ويدخلكم جنات تجري من تحتها الأنهار ومساكن طيبة في جنات عدن ذلك الفوز العظيم. صدق الله العظيم. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. 10-ാമത്തെ ആയത്ത്.
യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, തിജാറത്ത് കച്ചവടം, ഒരു കച്ചവടത്തെ കുറിച്ച്, ഒരു വ്യാപാരത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, തുഞ്ചീക്കും, ആ വ്യാപാരം തുഞ്ചീക്കും, അത് നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യാപാരം, മിൻ അദാബിൻ, ശിക്ഷയിൽ നിന്ന്, അലീം, വേദനയേറിയ, നോവേറിയ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു വ്യാപാരത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, നിങ്ങളെ അറിയിച്ചു തരട്ടെയോ. ഒന്നുകൂടി പറയാം. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഹൽ അദുല്ലുക്കും, ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെയോ, അലാ തിജാറത്തിൻ, ഒരു കച്ചവടത്തെക്കുറിച്ച്, വ്യാപാരത്തെക്കുറിച്ച്, തുഞ്ചീക്കും, അത് നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ രക്ഷപ്പെടുത്തും, മിൻ അദാബിൻ, ശിക്ഷയിൽ നിന്ന്, അലീം, വേദനയേറിയ, നോവേറിയ ശിക്ഷയിൽ നിന്ന്, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ഈ ക്ലാസ് കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞത് പഠിക്കണം, കാണാതെ പഠിക്കണം ഈ ആയത്തുകളൊക്കെ. വളരെ സുപ്രധാനമായ ഒരു ആഹ്വാനം, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ അല്ലാഹു തആല നടത്തുന്നത്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുമ്പോൾ മഹാന്മാരൊക്കെ പറയുന്നത് വിശ്വാസികൾ ഇരു ചെവിയും കൂർപ്പിച്ചത് കേൾക്കണം. അല്ലാഹു തആല അവരോട് പ്രത്യേകം ചില കാര്യങ്ങൾ പറയുകയാണ്. ഒന്നുകിൽ ചില നിർദ്ദേശങ്ങൾ നൽകാനോ കൽപ്പനകൾ നൽകാനോ ആയിരിക്കും യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിക്കുക, അഭിസംബോധന ചെയ്യുക. വിശുദ്ധ ഖുർആനിലെ മൊത്തം അഭിസംബോധനകൾ മനുഷ്യരോടാണ്. അതേസമയം വിശ്വാസം സ്വീകരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ എത്തിച്ചേർന്ന ആളുകൾക്ക് ശിക്ഷണ മൂല്യങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി അല്ലാഹു തആല അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. അക്കൂട്ടത്തിൽ ഒരു വലിയ വർത്തമാനമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അല്ലയോ വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ എന്ന് പറയുമ്പോൾ അവരെ വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊണ്ട ആളുകളാണ്. അള്ളാഹുൽ വിശ്വാസമുണ്ട്, അനുബന്ധ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്, പരലോകത്തിലും വിശ്വാസമുണ്ട്. കാരണം അവരോട് പറയുന്നത് നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗത്തെക്കുറിച്ചാണ്. അദാബിന് അലിയും, നോവേറിയ ശിക്ഷ എന്ന് പറയുന്നത് നരകശിക്ഷയെക്കുറിച്ചാണ്. ശിക്ഷകൾ പലതും ഉണ്ട്. വനുഅദ്ദിബുഹും മർറത്തൈനി സുമ്മ യുറത്തൂന ഇലാ അദാബിൻ അലീം എന്നാണ്. 2 തവണ നിങ്ങളെ നാം ശിക്ഷിക്കും, എന്നിട്ടാണ് വലിയ ശിക്ഷയിലേക്ക് നയിക്കുക. അതിനെക്കുറിച്ച് മുഫസ്സിറുകൾ പറയുന്നത്, ഒന്ന് ദുനിയാവിലെ പരീക്ഷണങ്ങളാണ്, മറ്റൊന്ന് ബർസഖിലെ, ഖബറിലെ ശിക്ഷകളാണ്. അത് രണ്ടിനെയും അപേക്ഷിച്ച് കഠിനമായ ശിക്ഷയാണ് പിന്നീട് വരുന്ന നരകശിക്ഷ. സുമ്മ യുറത്തൂന ഇലാ അദാബിൻ അലീം, പിന്നീട് വേദനാജനകമായ ശിക്ഷയിലേക്കായിരിക്കും നയിക്കപ്പെടുക. വിശുദ്ധ ഖുർആനിൽ ഉടനീളം ആ ശിക്ഷയുടെ ഗൗരവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാറാണ്, തീയാണ്. നാറുൻ തലല്ലാ, നാറുല്ലാഹിൽ മുഖദ. അതേപോലെ തന്നെ അദാബിസ് സഗീർ, നരകശിക്ഷ. അങ്ങനെ നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ഗൗരവത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ആദമിന്റെ മക്കൾ കത്തിക്കുന്ന തീയിനേക്കാൾ 70 ഇരട്ടി ചൂടുള്ള, ഹൃദയങ്ങളെ അള്ളിപ്പിടിക്കുന്ന വളരെ ഗൗരവമുള്ള ശിക്ഷയാണ് നരകശിക്ഷ എന്ന് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ എല്ലാ സ്ഥലത്തും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു ശിക്ഷ അവിടെ ഉണ്ട്.
ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത്. ഇവിടെ മൊത്തം ഖുർആൻ പറഞ്ഞ ആ വഴിയെ ഒന്ന് ചുരുക്കി വളരെ ഹ്രസ്വമാക്കി, എന്നാൽ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ പോവാണ്. ഏതൊരാളുടെയും താല്പര്യമാണല്ലോ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത്. അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യമുള്ള ഒരാളും ഇല്ല. അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ആ നരകശിക്ഷയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭരായ സഹാബാക്കൾ അതിനെ ഓർത്ത് എപ്പോഴും കരയുന്നവരായിരുന്നു. അതിന്റെ വേദനകളെക്കുറിച്ചോ അതിന്റെ യാതനകളെക്കുറിച്ചോ അവർ അസ്വസ്ഥരായിരുന്നു. വിശുദ്ധ ഖുർആനിൽ അതിനെ പരാമർശിക്കുന്ന ആയാത്തുകൾ എത്തുമ്പോൾ നമസ്കാരത്തിലും മറ്റുമൊക്കെ അവർ പൊട്ടിക്കരഞ്ഞിരുന്നു. പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ അത് കേൾക്കുമ്പോൾ അവര് അസ്വസ്ഥരായിരുന്നു. ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു ഇന്ന അദാബ റബ്ബിക ലവാഖിയ മാ ലഹു മിൻ ദാഫിയ, ദൈവിക ശിക്ഷ സംഭവിക്കും, അതിനെ തടുക്കാൻ ഒരാൾക്ക് കഴിയില്ല എന്നുള്ള ആയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേട്ടപ്പോൾ ബോധരഹിതനായി വീണു. അദ്ദേഹം പനി പിടിച്ചു കിടന്നു. അതേപോലെ ഖുർആനിലെ ഇത്തരം ഭാഗങ്ങൾ എത്തുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മറ്റു സഹാബാക്കളൊക്കെ അവരൊക്കെ ഏറെ കരഞ്ഞിരുന്നു എന്ന് പറയാൻ കഴിയും. കാരണം അള്ളാഹിന്റെ മുമ്പിൽ ആ ശിക്ഷയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നതാണ്. വലാകിൻ ഖിദാരി ഹർറുൻ ആരിം മുലഫ്ഫഖി എന്നാണ് രക്തസാക്ഷിത്വം വരിക്കാൻ നേരത്ത് തൂക്കുമരത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പായി ഹുബൈബ് റളിയല്ലാഹു അൻഹു പാടിയത്. മരിക്കണതിനെ കുറിച്ചുള്ള കണ്ണീരല്ല എന്റെ കണ്ണിനീർ. വലാകിൻ ഖിദാരി ഹർറുൻ ആരിം മുലഫ്ഫഖി, കത്തിച്ചൊലിക്കുന്ന ഒരു നരകത്തെക്കുറിച്ചുള്ള ബേജാറാണ് എന്റെ ബേജാറ് എന്നാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിലേറുന്നതിന് മുമ്പ്, രക്തസാക്ഷിയാകുന്നതിന് മുമ്പ് പോലും പറഞ്ഞത്. അപ്പൊ അത്തരം ഒരു നരകശിക്ഷ എന്ന് പറയുന്നത് വല്ലാത്തൊരു ശിക്ഷയാണ്. നമുക്കിപ്പോ 42 ഡിഗ്രി ചൂട് സഹിക്കണില്ല, 40 ഡിഗ്രി ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതേസമയം 70 ഇരട്ടി ചൂടോ, അതും ഖാലിദീന ഫീഹാ, ആ നരകത്തിൽ അവർ ശാശ്വതരാണ്. അവർക്ക് കുടിക്കാനുള്ളത് മാഉൻ ഹമീമാണ്, ചുട്ടുതിളക്കുന്ന വെള്ളമാണ്. തിന്നാനുള്ളത് ലരിയാൻ, സക്കൂമാണ്. ഇന്ന ശജറത്ത സക്കൂമി തആമുൽ അസീം. ഖുർആന്റെ ഈ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ നമ്മള് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ മനസ്സിൽ വരണം. അത്തരം ഒരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒരു വലിയ വഴി തന്നെയാണ്. ഇവിടെ തിജാറത്ത് എന്ന് പ്രയോഗിക്കാൻ കാരണം അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. കാരണം അന്നത്തെ പ്രഥമ അഭിസംബോധകർ വലിയൊരു വിഭാഗവും കച്ചവടക്കാരായിരുന്നു. കച്ചവടം അവര് ഒരു ഉപജീവന മാർഗമായി സ്വീകരിച്ച ആളുകളാണ്. അതുകൊണ്ട് അവരെ പലപ്പോഴും തിജാറത്തിലേക്ക് ചേർത്ത് പറയാറുണ്ട്. അതുപോലെ കച്ചവടം, കൃഷിയും അവർ സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഹദീസിലും ഖുർആനിലൊക്കെ കൃഷിയുമായി ബന്ധപ്പെടുത്തിയും പറയാറുണ്ട്. അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ആ കച്ചവടം എന്ന് പറയുന്നത് ഏറ്റവും, അതായത് ലാഭം നേടുന്നതിന് വേണ്ടി മനുഷ്യൻ തൻ്റെ സമ്പത്തും സമയം, അധ്വാനം, ബുദ്ധി സാമർഥ്യം, യോഗ്യത ഇതൊക്കെ ചെലവഴിക്കുന്നതിലൂടെയാണ്, അതിനാണ് കച്ചവടം എന്ന് പറയാം, ലാഭം കിട്ടുന്നതിന് വേണ്ടി. അത്തരം ഒരു ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനില് ഇതേ കച്ചവടത്തെ കുറിച്ച് ഇതേ സൂചനകൾ വേറെയും പല ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല അവരുടെ ശരീരവും സമ്പത്തും വിലക്ക് വാങ്ങിയിരിക്കുന്നു സ്വർഗത്തിന് ബദലായി. സ്വർഗം ലഭിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരീരവും സമ്പത്തും അള്ളാഹ് വിലക്ക് വാങ്ങിയിരിക്കുന്നു. സൂറത്തു തൗബയില് 111 ആയത്തിൽ അത് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നമ്മുടെ ശരീരവും സമ്പത്തും അങ്ങോട്ട് കൊടുക്കുക, അത് ഒരു ഇടപാടാണ്. അള്ളാഹുവിൻ്റെതാണ് നമ്മുടെ ശരീരവും സമ്പത്തും. എന്നാൽ പോലും താൽക്കാലിക ഉടമസ്ഥാവകാശമുള്ള നമ്മളത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വർഗം നൽകും എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ആ കച്ചവടത്തെ കുറിച്ച് വിശദീകരിക്കപ്പെട്ടിരുന്നത്.
അപ്പൊ ഇവിടെ ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു കച്ചവടത്തെ കുറിച്ചുള്ള അറിയിപ്പ് തരട്ടെയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഏറ്റവും ലാഭമുള്ള കച്ചവടം. കാരണം നമ്മൾ എന്തൊക്കെ നടത്തിയിട്ട് നരകത്തിൽ പോയിട്ട് കാര്യമില്ലല്ലോ. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എത്തുന്നത് സ്വർഗത്തിലാ. അഥവാ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ലാഭകരമായ കച്ചവടം. അതിന്റെ മുതൽ മുടക്ക് എന്താണ്, അതിൽ നിന്ന് കിട്ടാൻ പോണ ലാഭം എന്താണെന്നൊക്കെ കൃത്യമായി പറയുന്ന വളരെ ഏറ്റവും ലാഭകരമായ ഒരു കച്ചവടത്തെ കുറിച്ചാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.